വയനാട്ടില് ഉണ്ടായ ദുരന്തങ്ങളൊക്കെ നിങ്ങളൊക്കെ വാർത്തയിലൂടെ കണ്ടു കാണും. അപ്പൊ അവിടെ ഒത്തിരി പേര് അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അതില് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ള ആ ഒരു സഹനശക്തി അത് കൊടുക്കാന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണായിരുന്നു. കാരണം എല്ലാവരും ഒരുപാട് അങ്ങനെയുള്ളവരൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ സ്കൂളിൽ നിന്ന്, പിള്ളേരുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് മെസ്സേജ് അയക്കണത്, നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരുടെ സ്കൂളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരവിടെ എത്തിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷമായി. കാരണം നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കൊടുത്തു വിടുമ്പോ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് നടക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ആണെങ്കിലും ഒരു പാഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയണ ആ പ്രദേശത്തുള്ളവർ എല്ലാവരും കൂടി ആണെങ്കിലും ഓരോ ഐറ്റം വെച്ചിട്ടാണെങ്കിലും ഒരു ബോക്സ് സാധനങ്ങൾ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയും. അപ്പൊ അതുപോലെ എല്ലാവരും നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അവരുടെ സ്കൂളുകളിൽ എവിടെയെങ്കിലും ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് നമ്മൾ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ആരും ചിന്തിക്കുകയും ചെയ്യരുത്. ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനത്തെ ചിന്തകളൊന്നും പോകരുത്. നമ്മൾ ചെയ്യണത് മറ്റുള്ളവർ കൂടി പ്രചോദനമാവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇടണത്. പിന്നെ അതോടൊപ്പം നമ്മുടെ മക്കൾക്കും കൂടി നമ്മളിത് ചെയ്യുമ്പോൾ അവർക്ക് കൂടി ഒരു പ്രോത്സാഹനമുണ്ട്. നാളെ അവർക്കും ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു നെഗറ്റീവ് കമന്റും കൊണ്ട് ആരും വരാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് സെപ്പറേറ്റ് ആക്കണം. കാരണം സോപ്പ്, ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫുഡ് ഐറ്റംസ് ആണ് ഫസ്റ്റ് വെക്കാൻ പോണത്. അപ്പൊ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് വെച്ച മോനെ വെക്കും. വെക്ക്, ഓരോന്ന് വെക്ക്. ഒതുക്കി വെക്കണം കേട്ടോ. അമ്മക്ക് എടുത്ത് തന്നാൽ മതി, മമ്മ എടുത്ത് വെച്ചോളാം. അത് ഫുഡ് ഐറ്റം അത് ലാസ്റ്റ് വെക്കാം. പൊടിയണ ഐറ്റംസ് ഒക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു 4 മണി വരെ സമയമുണ്ട്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇത് സ്കൂളിൽ എത്തിക്കണം. നമ്മള് കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കുറെ ഐറ്റംസ് നമ്മുടെ ഷോപ്പിംഗും എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഫുഡ് ഐറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ചായപ്പൊടി കൂടി വെക്കാം. കഴിഞ്ഞല്ലേ? അപ്പൊ ഫുഡ് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൻകോട്ട്, പാഡ് സാധനങ്ങളൊക്കെ വെക്കണം. അപ്പൊ ഫുഡ് ഐറ്റം ഒരു പാക്കിൽ ബോക്സിലാക്കി, ഫുഡ് ഐറ്റം നമുക്ക് ഒരു ബോക്സിലാക്കി വെക്കാം. ഫുഡ് ഐറ്റം ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോപ്പിന്റെ സ്മെല്ലൊക്കെ പാസ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഫുഡ് ഐറ്റം ഒരു ചെറിയ ബോക്സിലാക്കണേ നമ്മള്. പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്, പാമ്പ്, സോപ്പ് ഒക്കെ ഉണ്ട്, റെയിൻകോട്ട്. ഇത് റെയിൻകോട്ട് ആണ്, ചെറിയ പാക്കറ്റ്. അതൊക്കെ എമർജൻസി ഐറ്റംസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഉപകാരപ്പെടും. ഡാൻസിന്റെ കൈട്ട് നമ്മള് പാക്ക് ചെയ്ത് ഇത്ര പെർഫെക്റ്റ് ആവില്ല. ഡാൻസിനെ നല്ല ഒതുക്കി പാക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാം. കുറച്ച് പ്ലേറ്റ് എടുക്കാതെ അങ്ങനെ ഒതുക്കി വെച്ചോടൊക്കെ. തികയോ ഇല്ല ഇതില്? തികയോ? ഇതിപ്പോ എല്ലാം ബോക്സ് വേണ്ട. തുണിയോ? സോപ്പ് സാധനങ്ങളൊക്കെ ഇത് ബെഡ്ഷീറ്റ് ആണ്. ബെഡ്ഷീറ്റ് വെക്കാല്ലേ? ബെഡ്ഷീറ്റിന് നനയെ അങ്ങനെയൊന്നും വേണ്ടല്ലോ. ഈ സോപ്പും വെച്ചു. ഇതാ ഇത് പ്ലാസ്റ്റിക് അല്ലേ, അത് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വെക്കും. സോപ്പ് ഐറ്റംസ്, കുഞ്ഞു ഐറ്റംസ് വെക്കാം. അപ്പൊ മിക്സ് ആവില്ല. അല്ല പച്ചണത് വെക്കാം നമുക്ക്. അല്ല ഇത് വെക്കാൻ പറ്റും, സോപ്പ് വെക്കാൻ പറ്റും. അപ്പൊ ഇത് വാഷ് ചെയ്യണ സോപ്പും ഉണ്ട്, കുളിക്കണ സോപ്പും ഉണ്ട് കേട്ടോ. ഡ്രസ് വാഷ് ചെയ്യണ സോപ്പ്, ചെറിയ പാക്കറ്റ് ആകുമ്പോ അത് കൊടുക്കാൻ സുഖമാണ്.
ഇതും വെച്ചു സോപ്പ് പൊടിയും വെച്ചു ഇത് വെക്കണം. അതുണ്ടാക്കണ്ട ഇത്ര മതി. ഇത്ര മതിയല്ലേ? ഇനി റെയിൻകോട്ടും ഇതും മറ്റേത് വെച്ചാൽ ഉള്ളിലേക്കാക്കത് വെച്ചോ. ചായപ്പൊടി, കോഫി പൗഡർ, പിന്നെ പാൽപ്പൊടി ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. വലിയ വെട്ടിലേക്ക് അങ്ങനെ അവിടെ ഒരു പീസ് ഇവിടെ 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 തിരിച്ച് വീണ്ടും ഗൾഫിലേക്കണോലെയാണ് മോനെ, വയനാട് വരെ എത്തണ്ടേ. ഗൾഫിലേക്കണോലെ, ഗൾഫിലായിട്ട് ബാക്കിയാണ് ഉണ്ടാക്കണല്ലോ. പ്ലേറ്റ് പ്ലേറ്റ് സൈഡിൽ വെച്ചാൽ ഇപ്പൊ ആദ്യം ബോക്സുകൾ വെക്കുന്നത് അതിന്റെ മേളിൽ വെച്ചാൽ മതി. ഇവിടെ വെക്കും. അല്ല ഇത് അവിടെ വെക്കണം. അടുക്ക് എന്താണ് ശരിയായില്ലേ വെച്ചത്? ആ ഓക്കെ, സക്സസ്. ശരി, പ്ലേറ്റ് ഇത് അങ്ങനെ വെക്കല്ലേ? പ്ലേറ്റ് ഇവിടെ വെക്കും. ഞാൻ കണ്ടോട്ടെ. കുഴപ്പമില്ല, കളറിലൊന്നും ഒന്നുമില്ല. അവർക്ക് സാധനം എത്തിക്കിട്ടിയാണ്. പിന്നെ റെയിൻകോട്ട് ഉണ്ട് കേട്ടോ. റെയിൻകോട്ടൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. ഞാൻ ഒഴിച്ച് വെക്കാം. പറഞ്ഞ ഓൾമോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം വെച്ചാ മോനെ? എല്ലാം വെച്ച് കണ്ട് ഇങ്ങനെയാണ് വെക്കണ്ടത്. അത് കുഴപ്പമില്ല, അതിപ്പോ ഇങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട് മതി. ഇനിയിപ്പോ ഇത് ഉപയോഗിക്കാത്ത സാധനങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വേണ്ട. ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാം. ബെഡ്ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാത്ത ബെഡ്ഷീറ്റ് പുതിയ ബെഡ്ഷീറ്റാണ്. ഐറ്റംസ് നെക്സ്റ്റ് ധോണി. മതി. പിന്നെ ഇനി എഴുതേണ്ടത് ഇനി ഡൊണേറ്റിംഗ് നെയിം ഓഫ് ദ തിങ്സ്. ഡൊണേറ്റ് ചെയ്യണ ഐറ്റംസിന്റെ എഴുതാന്. ബിസ്ക്കറ്റ്സ് മതി. പിന്നെ സെക്കൻഡ് വൺ ഹൈഫണ്ട് ആവശ്യമൊന്നുമില്ല അവിടെ. സെക്കൻഡ് വൺ പിന്നെ പാഡ്, സോപ്പ് ആൻഡ് സാനിറ്ററി പാഡ്. ടീ, കോഫി, കോമഡ് കോഫി അങ്ങനെ ഇതൊക്കെ. ടീ, കോഫി, മിൽക്ക്, പൗഡർ അങ്ങനെ എഴുതിയാൽ ടോട്ടലായിട്ട്. എന്നിട്ടോ ടോട്ടൽ പൗഡർ അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ ടീ, ബെഡ്ഷീറ്റ് ഇല്ല, സോപ്പ് എഴുതി. വാഷിംഗ് സോപ്പ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോക്സ് ഡാൻസേണ്ണ അപ്പൂസും കൂടി സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോണേന്ന്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും പറ്റാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കി വളർത്തുക.
നമുക്കിതൊരു തീരാ നൊമ്പരമാണ്. നമുക്ക് ടി വിയിൽ വാർത്ത പോലും കാണാനുള്ള ഒരു ശക്തിയില്ല. കാരണം അത്രക്ക് ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വി ഓൺ ചെയ്യാൻ തന്നെ ഒരു പേടി പോലെയാണ്. നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളൊരു മനസ്സമാധാനം എനിക്കിപ്പോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ.